ചിത്രം വിചിത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞത് വെറും ഒരു ഭംഗി വാക്കല്ല. എല്ലാ നടന്മാർക്കും കാണും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും. എന്നാൽ നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം ചോക്ലേറ്റ് കാമുകനായി നിറഞ്ഞു നിന്ന് ഇപ്പോൾ നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായുള്ള ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അയ്യോ, തുണി എവിടെ പോയി? കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ മലയാളികളുടെ മനസ്സിൽ നിരവധി ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക. മലയാളികൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഹീറോ. നിരവധി പെൺകുട്ടികൾ ആരാധകരായി ഉണ്ടായിട്ടും ഗോസിപ്പിൽ ഇടം നേടാത്ത നടൻ. മലയാള സിനിമയിൽ നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന നടൻ. ഇങ്ങനെയൊക്കെ ഉത്തരങ്ങൾ നീളുമെങ്കിലും കുഞ്ചാക്കോ ബോബന് മാത്രം മലയാളത്തിൽ സ്വന്തമായൊരു റെക്കോർഡുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നിന്നെ ഈ നാട്ടിൽ ആരും മാന്യനായിട്ട് കരുതിയിട്ടില്ലേ? എടാ, ഇവനൊരു മാന്യനാണ്. നമ്മൾ അന്വേഷിക്കുന്നത് മറ്റൊരു മാന്യൻ. ഓ, മനസ്സിലായി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ഋത്തിക് റോഷൻ. തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ സൂപ്പർ താരമായി മാറിയ നടനാണ് അദ്ദേഹം. കുഞ്ചാക്കോ ബോബന്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഋത്തിക് റോഷന്റെ കാര്യം പറയുന്നതെന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. കാര്യമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാള സിനിമയിലെ ഋത്തിക് റോഷനാണ് കുഞ്ചാക്കോ ബോബൻ. നായകനായി അഭിനയിച്ച തന്റെ ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ മലയാളത്തിലെ ഒരേ ഒരു നായക നടനാണ് കുഞ്ചാക്കോ ബോബൻ. അതെ, തന്റെ ആദ്യ ചിത്രമായ അനിയത്തി പ്രാവിലൂടെ മലയാളത്തിന്റെ റൊമാൻറ്റിക് ഹീറോ ആയി മാറി ചാക്കോച്ചൻ. നീ പോയി പപ്പൂനും പപ്പിക്കും ചോറ് കൊടുക്കുക, എന്നിട്ട് ടൗണിൽ പോകാനുള്ളതല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോ എന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണോ? വർഷം 1997. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി ജയറാമുമുണ്ട്. ദിലീപ് ആകട്ടെ നായക നടൻ എന്ന നിലയിൽ 2 ഹിറ്റുകളോടുകൂടി തന്റെ കരിയറിന് തുടക്കം കുറിച്ച കാലം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളത്തിലെ യുവ പ്രേക്ഷകർക്ക് ചോക്ലേറ്റ് ഹീറോയെ കാണണമെങ്കിൽ ഹിന്ദി സിനിമയെയോ തമിഴ് സിനിമയെയോ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്നത് കുഞ്ചാക്കോ ബോബനാണ്. മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ തന്നെ മലയാളികൾ എല്ലാവരും ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. അല്ല, ഈ കണ്ടക്ടറെക്കാൾ വലിപ്പം ഡ്രൈവർക്കാണല്ലോ. സംഭവം ശരിയാണ്. ചില സമയത്ത് വലിപ്പം കുറച്ച് കുറയും. പോയി ജാക്കി എടുക്കാൻ നോക്ക്. എന്താണ് നോക്കണം? മാറിയിക്കടോ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിജയ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് ഫാസിലിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ സിനിമയിൽ നായകന്മാർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നു തന്നെ പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഫാസിൽ ഒരു പ്രണയ ചിത്രം സംവിധാനം ചെയ്യുവാൻ തയ്യാറെടുത്തപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് പുതുമുഖങ്ങളെ ആയിരുന്നു. നായികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലൊടുവിൽ ചെന്നെത്തിയത് അദ്ദേഹത്തിന് തന്നെ ബാലതാരമായി വന്ന് പിന്നീട് മലയാളികളുടെ പ്രിയ താരമായി മാറിയ നായികയിലേക്കാണ്. അതെ, മലയാളികളുടെ പ്രിയപ്പെട്ട ബേബി ശാലിനി അങ്ങനെ നായിക ശാലിനിയായി. നായകനിലുള്ള തിരച്ചിൽ ചെന്നെത്തിയത് അവസാനം മലയാള സിനിമയുടെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉദയ കുടുംബത്തിലാണ്. ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകനായ കുഞ്ചാക്കോ മുതലാളിയുടെ ചെറുമകനായ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട നായകനായി മാറി. സത്യമായിട്ടുമല്ല സാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പെണ്ണിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോളേജ് പഠനം കഴിഞ്ഞു നിന്നിരുന്ന കുഞ്ചാക്കോ ബോബൻ ഒരു നടനാവുക എന്ന സ്വപ്നവുമായി നടന്ന ചെറുപ്പക്കാരനല്ല. സിനിമ മൂലമുണ്ടായ അഭിവൃദ്ധി, സിനിമ മൂലം തന്നെ ഇല്ലാതാവുന്ന കാഴ്ച കണ്ടിരുന്ന അദ്ദേഹത്തിന് സിനിമ ഒരിക്കലും ഒരു ആവേശവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ സിനിമയിലേക്ക് നായകനാകുവാൻ ക്ഷണിച്ച ഫാസിലിന് കുഞ്ചാക്കോ ബോബനെ കുറച്ചധികം നിർബന്ധിക്കേണ്ടി വന്നു. പക്ഷേ എന്നാൽ ആ തിരഞ്ഞെടുപ്പ് ഒരു തെറ്റായിരുന്നില്ല എന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. എന്ത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്നിറങ്ങി തള്ളുവോ? ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ മനസ്സിൽ പ്രണയം നിറയ്ക്കുകയും അതേസമയം തന്നെ ആൺകുട്ടികളുടെ മനസ്സിൽ അസൂയ നിറയ്ക്കുകയും ചെയ്ത മലയാളത്തിലെ ഒരേ ഒരു നടൻ കുഞ്ചാക്കോ ബോബനായിരിക്കും. ഇനി അത് ഞാൻ തന്നെ എടുക്കണോ? ഞാൻ എടുക്കണോ? ഇല്ല, ഞാൻ എടുക്കാം. ഗോസിപ്പുകളുടെ ലോകം കൂടിയാണ് സിനിമ. യാതൊരു ഗോസിപ്പുകളിലും വീഴാതെ ക്ലീൻ ഇമേജ് ഉള്ള വളരെ ചുരുക്കം നടന്മാരാണ് മലയാള സിനിമയിലുള്ളത്. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് കുഞ്ചാക്കോ ബോബൻ. തുടക്കം മുതൽ
ഇന്ന് വരെ മര്യാദക്കാരനായ നടൻ എന്ന ഇമേജാണ് മലയാളി പ്രേക്ഷകർ കുഞ്ചാക്കോ ബോബന് നൽകിയിരിക്കുന്നത്. ഒരു വിധത്തിൽ അപ്പുന്റെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയ കണ്ടില്ലേ, അവനാണ് ഭയങ്കര സന്തോഷത്തിലും. പിന്നെയും പിന്നെ അവൻ ആശ കൊടുത്തോണ്ടിരിക്കുക. മര്യാദക്കാരൻ എന്ന ഇമേജ് ഉള്ളതിന്റെ ഗുണവും ദോഷവും ഒരുപോലെ അനുഭവിച്ച നടൻ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ. എല്ലാത്തരം പ്രേക്ഷകരുടെയും സ്നേഹവും ബഹുമാനവും നേടാൻ സാധിക്കുക എന്നത് തന്നെയാണ് ഈ ഇമേജിന്റെ ഏറ്റവും വലിയ ഗുണം. എന്നാൽ ദോഷം സംഭവിച്ചത് കുഞ്ചാക്കോ ബോബന്റെ കരിയറിനായിരുന്നു. എന്നും നല്ലവനായ ചോക്ലേറ്റ് ഇമേജുള്ള കഥാപാത്രങ്ങളിൽ തളയ്ക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ കരിയറിന്റെ ആദ്യകാലങ്ങൾ. വ്യത്യസ്തമായതോ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുവാൻ കുഞ്ചാക്കോ ബോബൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു മലയാള സിനിമയിൽ. നമുക്ക് തൽക്കാലം എല്ലാം മറക്കാം. വല്ല ആത്മാർത്ഥ പ്രേമം മറ്റായിരുന്നെങ്കിൽ മറക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മറക്കായിരുന്നു. ഇതിപ്പോ കാശിന്റെ കാര്യല്ലേ? കുഞ്ചാക്കോ ബോബന് ഈ ഒരു ക്ലീൻ ഇമേജ് ലഭിക്കുവാൻ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ അനിയത്തി പ്രാവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. സ്വന്തം അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രണയിച്ച കാമുകിയെ ത്യജിക്കുവാൻ പോലും തയ്യാറായ കഥാപാത്രമായിരുന്നു അനിയത്തി പ്രാവിലെ സുധി. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പ്രേക്ഷകർ ആ കഥാപാത്രവും സിനിമയും ഇന്നും ഓർത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ കഥാപാത്രത്തിന് സിനിമയിൽ പറയുന്ന മൂല്യങ്ങൾ തന്നെയാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. സ്റ്റോപ്പ് ചേട്ടന്മാരെ പ്ലീസ്. അവന്റെ ഒരു ഒടുക്കത്തെ പോക്ക്. 1997 അനീതി പ്രാവ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ അന്ന് വരെ ഉള്ളതിൽ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് തീർത്ത സിനിമയായിരുന്നു അനിയത്തി പ്രാവ്. ഈ ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം കുഞ്ചാക്കോ ബോബൻ മോഹൻലാലിനെ കടത്തിവെട്ടി മലയാളത്തിലെ സൂപ്പർ താരമാകുമെന്ന് പ്രവചിച്ചവർ വരെയുണ്ട്. അത്ര വലിയ ജനസ്വാധീനമാണ് കുഞ്ചാക്കോ ബോബൻ അനിയത്തി പ്രാവ് എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ നേടിയെടുത്തത്. മാത്രമല്ല കുഞ്ചാക്കോ ബോബനും ശാലിനിയും മലയാളത്തിലെ മികച്ച താരജോഡിയായി കരുതപ്പെടുവാനും തുടങ്ങി. ഇവരെ രണ്ടുപേരെയും കൂടി സിനിമയിൽ കിട്ടുന്നതിനായി പിന്നീട് അങ്ങോട്ട് നിർമ്മാതാക്കളും സംവിധായകരും നെട്ടോട്ടമോടുന്ന ഒരു കാലമായിരുന്നു കണ്ടത്. എന്താ വേർത്ത് കുളിച്ച്? അത് വളരെ ചൂടുള്ളൊരു കുമ്പസാരമായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. മലയാളത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സൂപ്പർ താരങ്ങൾക്കോ അതിനുശേഷം ഇന്ന് വരെ വന്നിട്ടുള്ള യുവനടന്മാർക്കോ ലഭിക്കാത്ത ഒരു വലിയ സ്വീകാര്യതയാണ് കുഞ്ചാക്കോ ബോബന് കൗമാരകാരികളായ പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായത്. കുഞ്ചാക്കോ ബോബൻ എന്ന റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോയെ മനസ്സിലെങ്കിലും പ്രണയിക്കാത്തവരായി ഒരു പെൺകുട്ടിയും ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. അതിനൊക്കെ കുറെ പൈസ ആവൂലേ? ചന്ദ്രന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഫ്രീയാ. ഒരു പഴയ ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, തനിക്കൊന്നും ചാക്കോച്ചൻ അനുഭവിച്ചതുപോലെയുള്ള ഒരു സ്റ്റാർഡം അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന്. അക്കാലത്ത് കുഞ്ചാക്കോ ബോബന്റെ ആലപ്പുഴയിലുള്ള വീട്ടിലേക്ക് ഓരോ ദിവസവും 100 കണക്കിന് പ്രണയ അഭ്യർത്ഥനകളാണ് കത്തുകളുടെ രൂപത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ രക്തം കൊണ്ട് എഴുതിയ കത്തുകൾ വരെ ഉണ്ടായിരുന്നത്രേ. ചാക്കോച്ചന്റെ വീട്ടിൽ ഒരു മുറിയിൽ പൊട്ടിക്കാത്ത ഒരുപാട് കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഈയടുത്ത് ചാക്കോച്ചന്റെ സുഹൃത്തായ രമേശ് പിഷാരടി ഒരു ടെലിവിഷൻ ഷോയിൽ പറയുകയുണ്ടായി. വെറുതെ കള്ളം പറയല്ലേ, ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കി. ഒരു തലമുറയുടെ ആകെ ഹരമായിരുന്ന ചാക്കോച്ചൻ തന്റെ പിന്നാലെ വന്ന പുതിയ തലമുറയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ മിനുക്കി പണിതുകൊണ്ടുള്ള അഭിനയം എന്ന കലയിൽ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ എത്തുക എന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് സിനിമയിൽ നീണ്ടകാലം വിജയകരമായി തുടർന്ന് നിൽക്കുക എന്നത്. ഒരിക്കൽ സിനിമയിൽ നിന്നും പുറത്താക്കപ്പെട്ടൊരു നടൻ പിന്നീട് തിരിച്ചെത്തി വിജയകരമായി സിനിമയിൽ തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരം തലങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നുപോയ ഒരു നടനായിരുന്നു കുഞ്ചാക്കോ ബോബൻ. എന്നിട്ട് എടുക്കും ഞാൻ തന്ന കാശ് മുഴുവൻ. ഞാൻ ചുമ്മാ പറഞ്ഞതാ, സിറ്റിയിലും ആരുമില്ല, ഇന്ന് ഹർത്താലാണെന്ന് തോന്നുന്നു. ഇന്ന് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിശേഷണമാണ് നെപ്പോ കിഡ്സ് എന്നുള്ളത്. സിനിമയുടെ മുന്നണിയിലോ പിന്നണിയിലോ പ്രവർത്തിക്കുന്നവരുടെ മക്കൾ സിനിമാ ലോകത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഈ പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അവർ സ്വന്തം കഴിവുകൊണ്ട് കടന്നു വരുന്നവരല്ല എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ അവരെ കൂടുതലും കാണാറുള്ളത്. കഴിഞ്ഞ തലമുറയിലെ സിനിമാ പ്രവർത്തകരുടെ മക്കൾ എന്ന നിലയിൽ സിനിമയിലേക്ക് കടന്നു വന്ന ധാരാളം നടന്മാരാണ് നമുക്ക് മലയാള സിനിമയിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയുടെ ആദ്യകാലത്തെ നെപ്പോ കിഡുകളിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയേണ്ടി വരും. എന്നാൽ അത്തരം വിശേഷണങ്ങളിൽ ഒന്നും പോയി പെടാതെ തൻ്റെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു നടനാണ്
കുഞ്ചാക്കോ ബോബൻ. നമ്മൾ ഈ വഴിക്ക് അതികുന്തം അവറാൻ റോഡ് എന്ന് പേരിടും. ഓക്കെ അല്ലേ? 1976 നവംബർ 2 ആലപ്പുഴ ജില്ലയിലെ ഒരു സീറോ മലബാർ കാത്തലിക് കുടുംബത്തിലാണ് കുഞ്ചാക്കോ ബോബൻ ജനിക്കുന്നത്. മാളിയംപുരയ്ക്കൽ എന്ന പേരിൽ പ്രശസ്തമായ ആ കുടുംബമായിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രീകരണ സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോയുടെ ഉടമകൾ. മലയാള സിനിമയുടെ തറവാടെന്നാണ് ഉദയ സ്റ്റുഡിയോ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ മുതുമുത്തച്ഛനായ MM ചാക്കോയാണ് കുട്ടനാടിലെ ആദ്യത്തെ ബോട്ട് സർവീസ് തുടങ്ങുന്നത്. പ്രശസ്ത സിനിമാ നിർമ്മാതാവും ഉദയ സ്റ്റുഡിയോയുടെ ഉടമയുമായ കുഞ്ചാക്കോ മുതലാളിയുടെ പേരക്കുട്ടിയായ കുഞ്ചാക്കോ ബോബന് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. അതെ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എൽസമ്മയെ കണ്ട അന്ന് മുതലുള്ള സംശയം. എൽസമ്മയ്ക്ക് പ്രേമം വല്ലതുണ്ടോ? കുഞ്ചാക്കോ ബോബന്റെ കുടുംബം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രഗത്ഭരാൽ സമ്പന്നമായിരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ചാക്കോച്ചന്റെ മുത്തച്ഛനായ കുഞ്ചാക്കോ മുതലാളിയുടെ സഹോദരനായിരുന്ന അപ്പച്ചനായിരുന്നു പ്രശസ്തമായ നവോദയ സ്റ്റുഡിയോയുടെ ഉടമ. നവോദയ അപ്പച്ചൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് പടയോട്ടം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത പ്രശസ്തനായ ഡയറക്ടർ ജിജോ പുന്നൂസ്. കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോ സിനിമയിൽ നടനായും നിർമ്മാതാവായും സംവിധായകനും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബോബൻ കുഞ്ചാക്കോയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യ മോളിക്കും കുഞ്ചാക്കോ ബോബനെ കൂടാതെ അനു, മിനു എന്നിങ്ങനെ 2 പെൺമക്കൾ കൂടിയുണ്ട്. ബാക്കി എത്രയാ? 1 രൂപ. 1 രൂപയോ? 1 രൂപയൊന്നും ഇപ്പൊ പിച്ചക്കാർക്ക് കൂടി വേണ്ട. അപ്പഴാ തനിക്ക് വേണ്ടായിരിക്കും. ഇത് കണ്ടക്ടർമാരുടെ സ്ഥിര ഏർപ്പാടാ. ചോദിക്കാൻ മറന്ന ആ കാശെടുത്ത് പോക്കറ്റിലിടാലോ. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നുമാണ് കുഞ്ചാക്കോ ബോബൻ തന്റെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നത്. ചാക്കോച്ചന്റെ പഠന കാലഘട്ടം ആയപ്പോഴേക്കും ഉദയ സ്റ്റുഡിയോയുടെ പകിട്ട് മങ്ങി തുടങ്ങിയിരുന്നു. സിനിമ കൊണ്ട് പ്രശസ്തമായ ആ കുടുംബം സിനിമ കൊണ്ട് തന്നെ കടത്തിലായ അവസ്ഥ. തന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടാണ് ചാക്കോച്ചൻ വളർന്നു വന്നത്. 1997 SD കോളേജിൽ നിന്നുമാണ് ചാക്കോച്ചൻ തന്റെ BCom പഠനം പൂർത്തിയാക്കുന്നത്. അതേസമയം തന്നെയാണ് തന്റെ ആദ്യ ചിത്രമായ അനിയത്തി പ്രാവിലേക്ക് അദ്ദേഹത്തിന് ഫാസിലിന്റെ ക്ഷണം ലഭിക്കുന്നത്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇങ്ങോട്ട് വാടാ, നിന്നെ രക്ഷിക്കാൻ. നീ പയക്കണ്ട. സിനിമാ പാരമ്പര്യം ഏറെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും അതിൻ്റെതായ യാതൊരു ആർഭാടവുമില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന യാതൊരു മോഹവുമില്ലാതിരുന്ന ആ ചെറുപ്പക്കാരന് ഏറ്റവും കൂടുതൽ താല്പര്യം സ്പോർട്സിലായിരുന്നു. ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നിവയൊക്കെ കുഞ്ചാക്കോ ബോബൻ നന്നായി കളിക്കുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ഭരതനാട്യത്തിലും അദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം ഒരു തരത്തിൽ പറഞ്ഞാൽ പിന്നീട് സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഏറെ പ്രയോജനപ്പെടുത്തുവാനും സാധിച്ചു. എന്റെ രഞ്ജു, ഉച്ചയ്ക്ക് കല്യാണം കഴിച്ച ആദ്യ രാത്രിക്ക് തൊട്ട് മുമ്പ് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യില്ലേ? തുടക്കത്തിൽ മലയാള സിനിമയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ആകും എന്ന പ്രതീതി ജനിപ്പിച്ച കുഞ്ചാക്കോ ബോബന് അത്ര വലിയ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നും മലയാളികളുടെ ഇഷ്ട നടനായി മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി നിലനിൽക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. രാത്രി ഒന്നും കഴിക്കാത്തോണ്ട് വിശപ്പില്ല. രാവിലെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇനി പേടിക്കാൻ വേണ്ട. മലയാള സിനിമയിൽ ഇന്നത്തെ മുൻനിര നായകന്മാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടന്നിരുന്ന അവരുടെ ഒരു പൂർവ്വകാലം പറയുവാനുണ്ടാകും. എന്നാൽ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് സ്പോർട്സിനോടായിരുന്നു സിനിമയിൽ എത്തുന്നതിന് മുൻപ് താല്പര്യം. ക്രിക്കറ്റും ബാഡ്മിന്റണും ബാസ്കറ്റ്ബോളും ഒക്കെ നന്നായി കളിച്ചിരുന്ന ചാക്കോച്ചനാണ് പിന്നീട് സിനിമയിലെ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് എത്തിയത്. സ്പോർട്സിനോട് ഇപ്പോഴും താല്പര്യമുള്ള കുഞ്ചാക്കോ ബോബൻ സിനിമാ താരങ്ങളുടെ ക്രിക്കറ്റ് ടീം രൂപീകരിച്ചപ്പോഴും അതിലൊരു പ്രധാന കളിക്കാരനായി ഇന്നും തുടരുകയാണ്. അങ്ങനെ മാത്രം. എക്സ്ക്യൂസ് മീ, ഈ കടയിൽ പൊട്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചോദ്യ സാറേ ഇത്? സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ. ഇവിടെ പൊട്ടുന്ന സാധനങ്ങളെ ഉള്ളൂ. കുഴപ്പമായി. സിനിമാ നടന്മാർ ബിസിനസ് രംഗത്ത് സജീവമാകുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ ഭൂരിഭാഗം നടന്മാരും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കും ബിസിനസ് ആരംഭിക്കുന്നത്. സിനിമാ നിർമ്മാണ രംഗത്ത് കുഞ്ചാക്കോ ബോബൻ പരിചിതനാണ്. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി പല ബിസിനസ്സുകളും കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് അദ്ദേഹം ചെയ്തിരുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. സിനിമയിൽ സജീവമല്ലാതിരുന്ന കാലത്താണ് കുഞ്ചാക്കോ ബോബൻ റിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത്. ഒട്ടും പരിചിതമല്ലാതിരുന്ന ഒരു
ബിസിനസ് മേഖല ആണെങ്കിൽ കൂടിയും പിന്നീട് മെല്ലെ മെല്ലെ ഈ രംഗത്തും കുഞ്ചാക്കോ ബോബൻ വിജയം കണ്ടെത്തി. അത് പോട്ടെ, വീട് വിറ്റിട്ടാണെങ്കിലും കാശ് കൊടുക്കാമെന്ന് നീ എന്തർത്ഥത്തിൽ അവർക്ക് വാക്ക് കൊടുത്തത്? പിന്നെ വിൽക്കാനായിട്ട് നിന്റെ അങ്കമാലിലെ അമ്മാവന്റെ ബംബ്ലാവും ഏക്കറക്കണക്കിന് ഭൂമിയും കിടക്കല്ലേ, പിടിച്ചിക്കാൻ വേറെ വഴിയിലുണ്ട്. 2005 കുഞ്ചാക്കോ ബോബന്റെ സിനിമകൾ നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് മാർക്കറ്റിൽ വാല്യൂ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാൻ കുഞ്ചാക്കോ ബോബൻ തീരുമാനമെടുക്കുന്നത്. തുടർന്നുള്ള 2-3 വർഷക്കാലം കുഞ്ചാക്കോ ബോബൻ റിയൽ എസ്റ്റേറ്റിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. തുടർന്ന് 2009 ചാക്കോച്ചൻ സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയത്. ആ തിരിച്ചുവരവിൽ നവീകരിച്ചൊരു കുഞ്ചാക്കോ ബോബനെയാണ് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിച്ചത്. സാംസങ്ങിന്റെ ഫോണൊക്കെ ഒന്ന് കാണായിരുന്നല്ലോ ജമലെ, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇടവേളയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബനെ പ്രേക്ഷകർ പിന്നീട് സ്ക്രീനിൽ ആദ്യമായി കണ്ടത് ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രമായ 2020 ഒരു ഗാനരംഗത്തിലായിരുന്നു. പിന്നീട് പൃഥ്വിരാജിനെയും ജയസൂര്യയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഫി അണിയിച്ചൊരുക്കിയ ലോലിപോപ്പ് എന്ന ചിത്രത്തിലും ഒരു പ്രധാന കഥാപാത്രമായി കുഞ്ചാക്കോ ബോബൻ എത്തി. വർഷങ്ങൾക്ക് മുൻപ് ചാക്കോച്ചനും പൃഥ്വിരാജും ജയസൂര്യയും ഒന്നിച്ച് സ്വപ്നകൂട് എന്ന ചിത്രം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ തരംഗം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറം അവർ 3 പേരും ഒന്നിച്ചപ്പോൾ ആ കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ അർപ്പിച്ചിരുന്ന പ്രതീക്ഷയും വളരെ വലുതായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ള പ്രകടനം ആ സിനിമയ്ക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചില്ല. എനിക്കൊരു ലൈറ്റ് ചായ. ദോശയും വടയും കൂടെ ആയാലോ? വേണ്ട, വട ഗ്യാസാ. സിനിമയിൽ നിന്നും വിട്ടുനിന്നതിന് ശേഷമുള്ള കുഞ്ചാക്കോ ബോബന്റെ തിരിച്ചുവരവിൽ ആദ്യ വിജയം നൽകിയത് VK പ്രകാശ് എന്ന സംവിധായകരായിരുന്നു. 2009 VK പ്രകാശ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഗുലുമാൽ ദി എസ്കേപ്പ് എന്ന ഫുൾ കോമഡി എന്റർടൈൻമെന്റ് ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജയസൂര്യയും ഉണ്ടായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന 2 ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ തന്റെ കരിയറിൽ അവതരിപ്പിച്ചതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചിത്രത്തിന്റെ വിജയത്തോടു കൂടി തന്നെ കുഞ്ചാക്കോ ബോബന്റെ 2ാമത്തെ വരവിന് കൂടുതൽ പ്രതീക്ഷ വർദ്ധിച്ചു. ഹലോ, മെല്ലെ സംസാരിക്കാനാ പറഞ്ഞത്, അല്ലാതെ ഒരുമാതിരി പൊട്ടനെ പോലെ ആംഗ്യം കാണിച്ചു. ഗുലുമാൽ എന്ന ചിത്രത്തിന്റെ വിജയം കുഞ്ചാക്കോ ബോബൻ എന്ന നടന് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ സമ്മാനിക്കുവാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ധൈര്യം നൽകി. തൊട്ടടുത്ത വർഷമായ 2010 വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളാണ് കുഞ്ചാക്കോ ബോബന് ലഭിച്ചത്. മമ്മി ആൻഡ് മീ, സകുടുംബം, ശ്യാമള, എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങി ആ വർഷം പുറത്തിറങ്ങിയ 3 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയങ്ങളായിരുന്നു. ഈ 3 ചിത്രങ്ങളിലും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചത്. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല, തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. സകുടുംബം, ശ്യാമള, മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം അഭിനയിച്ചത് പ്രശസ്ത നടിയായ ഉർവശിയായിരുന്നു. ഈ ചിത്രങ്ങളുടെ വിജയത്തോടു കൂടി ഉർവശിയും ചാക്കോച്ചനും ഒന്നിച്ചാൽ വിജയം ഉറപ്പ് എന്നുള്ളൊരു സംസാരം തന്നെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നിന്ന് എന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. ആ ആന്റപ്പന്റെ കണ്ണത്താ ദൂരത്തേക്ക് പോവാ. എടാ, നീ ഇങ്ങനെ പേടിച്ച് ഓടാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും. കേട്ടിട്ടില്ലേ? റൺ ബേബി റൺ. മലയാളികൾ എന്നും ഇഷ്ടത്തോടെ മാത്രം കണ്ടിട്ടുള്ള നടനാണ് കുഞ്ചാക്കോ ബോബൻ. സിനിമയ്ക്ക് പുറമെ സ്പോർട്സിലും ഡാൻസിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതുമാണ്. എന്നാൽ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖം കൂടിയുണ്ട് കുഞ്ചാക്കോ ബോബന്. നമ്മളെല്ലാവരും ചോക്ലേറ്റ് ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്ന കുഞ്ചാക്കോ ബോബൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു നായക നടന് വേണ്ട എല്ലാ പരിശീലനങ്ങളും അറിയാതെ തന്നെ പരിശീലിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ ഒരു നടനാണ് ചാക്കോച്ചൻ. ഞാൻ കൺഗ്രാലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അനിയത്തി പ്രാവ് എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ പിറവിയെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചാക്കോച്ചൻ ആദ്യമായി അഭിനയിച്ച ചിത്രം അതായിരുന്നില്ല. 1981 പുറത്തിറങ്ങിയ ധന്യ എന്ന സിനിമയായിരുന്നു അത്. എന്നാൽ ആ ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ സ്ക്രീനിലെത്തിയത്. നിങ്ങളോട് സ്റ്റേഷനിൽ കാത്തിക്കണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഏതച്ഛൻ? എന്റെ അച്ഛൻ.
ചാക്കോച്ചൻ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട ധന്യ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ധാരാളം പ്രത്യേകതകൾ ഇനിയുമുണ്ട്. ചാക്കോച്ചന്റെ കുടുംബത്തിന്റെ സ്വന്തം സിനിമാ നിർമ്മാണ കമ്പനിയായ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ ചാക്കോച്ചന്റെ പിതാവായ ബോബൻ കുഞ്ചാക്കോയാണ് ആ സിനിമ നിർമ്മിച്ചത്. അനീതിപ്രാവ് എന്ന ചിത്രം കുഞ്ചാക്കോ ബോബന് സമ്മാനിച്ച ഫാസിൽ തന്നെയാണ് ധന്യ എന്ന ചിത്രം സംവിധാനം ചെയ്തതെന്നും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ചിത്രത്തിൽ മോഹൻലാലും ശ്രീവിദ്യയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിലെ ഒരു ചെറിയ രംഗത്തിലേക്കാണ് കുഞ്ചാക്കോ ബോബൻ ബാലതാരമായി ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. അവളെ ഇഷ്ടമാണോന്ന് ചോദിച്ചു, അവളെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു. എന്നിട്ട് എന്റെ കയ്യിൽ ഈ 3000 രൂപയും വെച്ചു തന്നു. മലയാള സിനിമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ താരജോഡികളിൽ ഒന്നാണ് കുഞ്ചാക്കോ ബോബനും ശാലിനിയും. സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും അവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ശാലിനിയുടെ ജീവിത പങ്കാളിയായ തമിഴ് താരം അജിത്ത് ശാലിനിയിലേക്ക് എത്തുന്നതും കുഞ്ചാക്കോ ബോബൻ വഴി തന്നെയാണ്. അനീതിപ്രാവ് എന്ന ചിത്രത്തിന് പുറമെ നിറം, പ്രേം പൂജാരി എന്നീ സിനിമകളിലും കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പരിപാടിക്ക് ഇറക്കുമ്പോൾ ഡാർക്ക് കളർ മുണ്ടെടുക്കണം, മനസ്സിലായോ? ഞാൻ ഡാർക്ക് മുണ്ടെടുത്തിട്ട് എന്താ കാര്യം? നോക്കി ട്യൂബിലേക്ക് എത്തിച്ച മതി. ഏറ്റവും പ്രിയപ്പെട്ട താരജോഡികളായിരുന്ന കുഞ്ചാക്കോ ബോബനും ശാലിനിയും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു നിറം. ഈ താരജോഡികൾ കേരളത്തിൽ തരംഗമാക്കി മാറ്റിയ നിറം എന്ന ചിത്രം 1999 ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും നിറം എന്ന സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു. തമിഴിൽ സംവിധായകൻ കമൽ തന്നെയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. അഭിനയിച്ചത് ശാലിനി തന്നെയായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് എനിക്ക് സമ്മതാട്ടോ. എന്ത്? ആ 10 രൂപ നോട്ടിലെ കാര്യം. പ്രതിബദ്ധത കാണിക്കുന്ന പാരമ്പര്യമാണ് കുഞ്ചാക്കോ ബോബന്റെ കുടുംബത്തിനുള്ളത്. കുട്ടനാട്ടിലെ ആദ്യത്തെ ബോട്ട് സർവീസ് തുടങ്ങി ചാക്കോച്ചന്റെ മുത്തച്ഛനായ MM ചാക്കോയിൽ നിന്നും തുടങ്ങുന്നു അത്. പിന്നീട് മലയാള സിനിമയിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബന്റെ മുത്തച്ഛനും ഒരുപാട് പേർക്ക് ജോലി നൽകി. അന്നൊക്കെ മലയാള സിനിമയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഉദയ സ്റ്റുഡിയോയിൽ ഒരാൾക്ക് ജോലി കിട്ടുക എന്നത് സ്ഥിര വരുമാനമായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കുടുംബത്തിന്റെ പാരമ്പര്യം കൈവിടാതെ കുഞ്ചാക്കോ ബോബനും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഭാഗമാകുന്നത്. സ്ക്രീനിൽ ഉത്സവം തീർക്കുന്ന നായകൻ ജീവിതത്തിൽ നിരവധി പേർക്ക് കൈത്താങ്ങാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ അവ കുറയ്ക്കണം എൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. വായനയെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ. തന്റെ തിരക്കുകൾക്കിടയിലും വായനയ്ക്ക് സമയം കണ്ടെത്തുവാൻ കുഞ്ചാക്കോ ബോബൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇക്കാൻ ചക്കയൊന്നുമല്ല. ഇക്കാനെ ബാപ്പ വിളിക്കുന്നു. കുരിശായോ? എന്തിന്? ബാപ്പ ഏതാണ്ട് ഉറപ്പിച്ച പോലെ. അങ്ങനെ ബാപ്പ മാത്രം ഉറപ്പിച്ചാ മതിയോ? ഏതൊരു താരത്തിനെയും സിനിമയിൽ ദീർഘകാലം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ സ്വീകാര്യതയാണ്. പ്രേക്ഷകരുടെ ഇഷ്ടം കുറയാതെ നോക്കേണ്ടത് ഓരോ താരത്തിന്റെയും ആവശ്യവുമാണ്. സിനിമയിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചെത്തിയ കുഞ്ചാക്കോ ബോബന് എല്ലാ പ്രേക്ഷകരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുവാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം. തന്റെ കരിയറിന്റെ ആദ്യകാലങ്ങളിൽ യുവതിയുവാക്കളുടെ ഹരമായിരുന്നു കുഞ്ചാക്കോ ബോബനെങ്കിൽ പിന്നീട് തന്റെ രണ്ടാമത്തെ വരവിലൂടെ എല്ലാത്തരം പ്രേക്ഷകരുടെയും ഇഷ്ട നടനായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. വ്യത്യസ്തവും അഭിനയ സാധ്യതയുമുള്ള കഥാപാത്രങ്ങൾ നിർബന്ധപൂർവ്വം തിരഞ്ഞെടുക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ രണ്ടാം വരവിൽ വിജയം സമ്മാനിച്ചത്. എടുപ്പിലും നടപ്പിലും രൂപത്തിലുമെല്ലാം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളായിരുന്നു ചാക്കോച്ചൻ തിരഞ്ഞെടുത്തത്. രണ്ടാം വരവിൽ പ്രണയ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുവാൻ കുഞ്ചാക്കോ ബോബൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴത്തെ മുൻനിര നടന്മാരിൽ എടുത്തു പറയാവുന്ന ഒരാൾ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ. ചെറുതുണ്ടോ? എൻ്റെ ചേച്ചി എനിക്ക് പോലും തികഞ്ഞില്ല. ഒട്ടുമില്ലേ? ഒരു തുള്ളി പോലും ഇല്ല. പക്ഷെ തുറക്കം പോയി.
സിനിമയ്ക്ക് പുറമെ ജീവിതത്തിലും തമാശകൾ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബന്റെ പല ഇന്റർവ്യൂകളിലും സ്റ്റേജ് ഷോകളിലും കൃത്യമായ നർമ്മം പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിച്ച് അദ്ദേഹം കയ്യടി ഏറ്റുവാങ്ങാറുമുണ്ട്. സിനിമയിൽ തനിക്ക് നർമ്മവും വഴങ്ങുമെന്ന് കുഞ്ചാക്കോ ബോബൻ തന്റെ രണ്ടാമത്തെ വരവിലൂടെ വിജയം സമ്മാനിച്ച ഗുലുമാൽ എന്ന ചിത്രത്തിലൂടെ തെളിയിച്ചു. തുടർന്ന് ത്രീ കിങ്സ്, എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിലൂടെയും കുഞ്ചാക്കോ ബോബൻ മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചെയ്തു. ഈ സുഗു ഡ്രൈവർ, അയ്യോ സ്ക്രൂ ഡ്രൈവർ ഇല്ല, വേണമെങ്കിൽ മോന് 5-16 സ്പാൻഡർ തരാം. അതല്ല, ഈ സുഗു ഡ്രൈവറെ കാണാൻ സിനിമയിൽ തന്റെ രണ്ടാം വരവ് ഗംഭീരമാക്കിയ ചാക്കോച്ചൻ മറ്റു ചില താരങ്ങളുടെ കരിയറിലെ രണ്ടാം വരവിനും കൂടെ നിൽക്കുകയുണ്ടായി. എക്കാലത്തെയും നമ്മളുടെ പ്രിയങ്കരിയായ നായിക മഞ്ജു വാര്യർ നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയപ്പോൾ ആ സിനിമയിൽ നായകനായത് കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെയും ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഹൗ ഓൾഡ് ആർ യു. പ്രശസ്ത നടി ഉർവശി ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയപ്പോൾ ആ ചിത്രത്തിലെ നായകനും കുഞ്ചാക്കോ ബോബൻ തന്നെ ആയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ ആദ്യ നായിക ശാലിനിയുടെ സഹോദരി ശ്യാമിലിയുടെയും ആദ്യ ചിത്രത്തിലെ നായകൻ കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു. അതിപ്പോ ഈ കുഞ്ഞുനാളിലെ ഓരോരോ അല്ലേ, ഇതിപ്പോ സീരിയസ് ആണ്, നല്ല കൊട്ട സീരിയസ്. ടു ബി ഫ്രാങ്ക്, എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ അപ്പച്ചനാ. ഇപ്പൊ ആള് പഞ്ചായത്ത് ഓഫീസിൽ കാണും. ആദ്യം പോയി അവിടെ ചെന്ന് മുട്ട്. വളർത്തുമൃഗങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നടൻ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ. തന്റെ പെറ്റുകളുടെ കൂടെയുള്ള ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കുഞ്ചാക്കോ ബോബൻ ആരാധകർക്കായി ഷെയർ ചെയ്യാറുമുണ്ട്. ചാക്കോച്ചനെ പോലെ തന്നെ വളർത്തുമൃഗങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മറ്റൊരു നടനാണ് രമേശ് പിഷാരടി. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത പഞ്ചവർണ്ണതത്ത എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട്. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരാളുടെ കഥ പറയുന്ന സിനിമയാണ് പഞ്ചവർണ്ണതത്ത എന്നതും യാദൃശ്ചികതയാണ്. ഇതാരപ്പാ? കണ്ടിട്ട് ഒരുപാട് ദിവസമൊന്നും ആയില്ലല്ലോ. ഇല്ല, ഇന്ന് പിന്നെയും കാണണമെന്ന് തോന്നി. അല്ല, എന്റെ വാപ്പേ. ഓ, ഞാൻ വിളിച്ചെങ്കിലും ഫോൺ പോലും എടുക്കൂലല്ലോ. നമ്മളിന്നലെ എത്ര വട്ടം വിളിച്ചെന്നറിയോ? പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന നല്ല ഗാനങ്ങളുള്ള ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ സാധിക്കുക എന്നത് ഏതൊരു നടനെയും സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ്. ഈ നേട്ടം പലതവണ കൈവരിച്ചിട്ടുള്ള നടനാണ് കുഞ്ചാക്കോ ബോബൻ. ചോക്ലേറ്റ് ഹീറോ ആയി നിറഞ്ഞു നിൽക്കുന്ന തന്റെ കരിയറിന്റെ ആദ്യ കാലഘട്ടത്തിലും പരാജയങ്ങൾ ലഭിച്ച സിനിമകളിൽ പോലും മികച്ച ഗാനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ കുഞ്ചാക്കോ ബോബന് സാധിച്ചിട്ടുണ്ട്. ഈ ഗാനങ്ങൾ ചാക്കോച്ചന് വേണ്ടി ആലപിച്ചതാവട്ടെ മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസും. തന്റെ രണ്ടാം വരവിലും മികച്ച ഗാനങ്ങൾ നല്ല സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ കുഞ്ചാക്കോ ബോബന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല ആ നിങ്ങൾ. 2005 കുഞ്ചാക്കോ ബോബൻ തന്റെ ആരാധികയും കാമുകിയുമായ പ്രിയ ആൻഡ് സാമുവലിനെ വിവാഹം കഴിച്ചത്. നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2019 ഈ ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചത്. ഇസഹാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ആ കുട്ടി താരം ഇന്ന് സിനിമാ ഇൻഡസ്ട്രിയിലും കുഞ്ചാക്കോ ബോബന്റെ ആരാധകരുടെ ഇടയിലും പ്രിയങ്കരനാണ്. നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? സിനിമയെ കൂടാതെ ധാരാളം TV പ്രോഗ്രാമുകളിലും സ്റ്റേജ് ഷോകളിലും കുഞ്ചാക്കോ ബോബൻ പങ്കെടുത്തിട്ടുണ്ട്. മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളാണ് ചാക്കോച്ചനെ തേടി എത്തിയിട്ടുള്ളത്. ചാക്കോച്ചൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയുടെ ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബന്റെ വിശേഷങ്ങളുമായുള്ള ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഈസ് ഏഞ്ചൽ മേരി. ടാറ്റ ബൈ ബൈ.